വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റിയായ റീഫ്രഷർ ഡ്രിങ്കുമായിട്ടാണ്. ആപ്പിൾ റീഫ്രഷർ വിത്ത് ഹണി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ഐസ് ക്യൂബ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ആപ്പിളാണ്. ഇത് 2 വലിയ ആപ്പിൾ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ സ്കിന്നൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കരുത്. ആപ്പിൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ക്രഷ് ചെയ്ത ഐസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സോഡയാണ്. അതിനു വേണ്ടി 2 കപ്പ് സോഡയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് ഹണിയാണ്, അതുകൊണ്ട് അത്യാവശ്യത്തിന് മധുരം കുറവായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ പൗഡർ കൂടി ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പാണ് എടുത്തത്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത് വളരെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആപ്പിൾ റീഫ്രഷർ വിത്ത് ഹണി. ഇതൊരു എനർജറ്റിക് ഡ്രിങ്ക്സ് ആണ്. ആപ്പിളും ഹണിയും നല്ലൊരു ഹെൽത്തി കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.